ട്രംപ് ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഹോർമൂസിലൂടെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണം എന്നാണ് നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് പറഞ്ഞു നാറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ പോവുകയാണ്, നമുക്കിനി ഇത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഹോർമൂസും ട്രംപ് ഉപേക്ഷിക്കുകയാണോ എന്നൊരു ചോദ്യവും നമുക്കുണ്ട്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30-ക്കാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ആ സമയത്തിനകം എന്തും സംഭവിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കാണുകയായിരുന്നു അബ്ബാസ് അരാഗ്ചിയുടെ വാർത്താ സമ്മേളനം. അത് തുർക്കിയിൽ ഇസ്താംബൂളിൽ നടക്കുകയാണ്. അബ്ബാസ് അരാഗ്ചി ഏണ്ട യുദ്ധം വരും എന്ന ഉറപ്പിച്ചിട്ട് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകളുമായി ഇന്ന് ഇറാൻ ആക്രമണം അങ്ങോട്ട് തുടങ്ങും. ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗതയിൽ പായുന്ന മിസൈലുകളാണ്. അത് ഇറാൻ്റെ കയ്യിലുണ്ടത്രേ. അത് വെച്ചുള്ള വലിയ ആക്രമണത്തിലേക്ക് ഇറാൻ പോകാൻ പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ രാത്രി അമേരിക്ക നടത്തിയ ആക്രമണത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ഇറാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഞങ്ങൾ സമാധാനപരമായി ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം നടത്തുന്ന കേന്ദ്രങ്ങളെ എന്തിനാക്രമിച്ചുവെന്ന് അരാഗ്ചി ഇന്ന് ചോദിക്കുന്നതിനൊരു പ്രസക്തിയുണ്ട്. ഇതാദ്യം ആക്രമിച്ചിരുന്നതാണ്, അതിനുശേഷം ഇടയ്ക്കും ആക്രമണം ഉണ്ടായി. ഇന്നലത്തെ ആക്രമണത്തെ ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹം പറയുന്നത് നോൺ പ്രൊപ്പലേഷൻ ട്രീറ്റി NPT-യുടെ പരാജയമാണ്, UN ചാർട്ടറിൻ്റെ പരാജയമാണ്, ലോകത്തിലെ സാമാന്യ മര്യാദയുടെ പരാജയമാണ്. ഇത് മൊത്തം മനുഷ്യ മനസാക്ഷിയുടെ മര്യാദയുടെ പരാജയമാണ് എന്ന് പറയാൻ അദ്ദേഹം ഇന്നലെ രാത്രിയിലത്തെ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും.